എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മുട്ട മസാല അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5 അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു ഓപ്ഷണലാണ്, അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മസാല നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ മസാല നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതൊരു 4 മുതൽ ഒരു 5 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ആ മസാല നന്നായിട്ട് മൂത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി സവോള വാടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഇത് മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ മസാലയിൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിരുന്ന എണ്ണയും കൂടെ ഒക്കെ തെളിഞ്ഞു വന്നോളും. അപ്പോൾ പിന്നെ ഇനി എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി ഒരു തക്കാളി ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സൈസ് തക്കാളിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് വറ്റി കുറച്ച് എണ്ണയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി നല്ല ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ട ചെറുതായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മസാലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല കൊണ്ടിട്ട് ആ മുട്ടേനെ ഒന്ന് നന്നായിട്ട് മൂടി വെക്കണം. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വല്ലാണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുട്ട ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് മസാലയിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഇത് ഏറ്റവും ചെറിയൊരു തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. ആ വെള്ളമൊക്കെ വറ്റി മുട്ടയ്ക്കകത്തോട്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി മുട്ടയ്ക്കകത്തോട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയ പീസ് മുട്ടയും മസാല എല്ലാം കൂടെ ആയിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്